Hello, hi friends, welcome to another tech video of Job for Tech and Travel. It's Jijo with you. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കിച്ചൺ ഗാഡ്ജറ്റിൻ്റെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഐറ്റം വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ എയർ ഫ്രയർ. അപ്പോൾ ആക്ച്വലി ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല, കാരണം ഇത് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ട് മാത്രം അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ 4 ലിറ്റർ മോഡലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 800 ഗ്രാംസ് ഓർ 1 kg നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ 3 അഡ്വാൻറ്റേജസ് ആണ് ഞാനിതിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു യൂസ് ആണ്. ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ടച്ച് പാഡാണ്. അതിൽ ഓൺലി 5 ബട്ടൺസ് മാത്രമാണ് ഇതിൻ്റെ ഓപ്പറേഷന് വേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന 5 ബട്ടൺസ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഓപ്പറേഷന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളൂ. അതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, ഇതിപ്പോൾ 150 to 200 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഏത് മോഡിലും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ ടൈമറാണ്, ലൈക്ക് എത്ര മിനിറ്റ് വേണമെന്നുള്ളത് അതിൽ സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഓൺ ആൻഡ് ഓഫ്. അപ്പോൾ ഇത് ഏത് ഏജിലുള്ളവർക്കും വളരെ സിമ്പിളായിട്ട്, വളരെ കൺവീനിയൻറ്റ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റാണ്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലാബിലിംഗ് കൊടുത്തിട്ടുണ്ട്, അതായത് ഓരോ ഡിഷസ് എത്ര മിനിറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് ആണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ടൈം ഫ്രൈ ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കി അതിൻ്റെ കറക്റ്റ് വേവ് ഇതൊക്കെ നോക്കി നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇത് ഈസി ടു വാഷ് ആണ്. ഇതിൽ ഒരു നോൺ സ്റ്റിക്കി ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഓയിലോ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ പിടിക്കില്ല. സോ ഇത് ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ഇത് വാഷ് ചെയ്യാൻ പറ്റും നമുക്ക്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ലൈക്ക് ഓവനോ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്ലീനിങ് ഒരു മെയിൻ പ്രശ്നമാണ് പലരുടെയും. അപ്പോൾ അത് നമുക്ക് ഇതിൽ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഈസി ടു ക്യാരി ഡിവൈസാണ്. ഇപ്പോൾ നമ്മൾ ആ ട്രിപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ഹോംലി ഫ്രൈസ് ഒക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്ന 3 വെറൈറ്റി ഡിഷസ് ആണ്. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്, ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു നോർവീജിയൻ സാൽമൺ ഫിഷിൻ്റെ സ്റ്റീക്കാണ്. ആൻഡ് തേർഡ് ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ 3 ഡിഷും, 3 ഇതിലിപ്പോൾ 2 ഡിഷും നന്നായിട്ട് മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡിഷസും 1 by 1 ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. അതെങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ഇതൊരു ഫ്രഞ്ച് ഫ്രൈസിൽ നിന്ന് തന്നെ ഇത് തുടങ്ങാം. ഇത് ഒരു ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഇത് തന്നെ ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഗാഡ്ജറ്റിൻ്റെ ഒരു ട്രേ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 800 ഗ്രാമൊക്കെയാണ് നമുക്കിതിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഒരു നമ്മൾ ഏകദേശം ഏത് ഡിഷ് ഇട്ടാലും ഒരു 800 ഗ്രാമൊക്കെ വരെയാണ് നമ്മൾ മാക്സിമം ഇതിൽ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇതിൽ ഇടാം. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ജസ്റ്റ് നമ്മൾ ഒരു സോൾട്ട്, ലെമൺ അതൊക്കെ ചേർത്തൊന്ന് ജസ്റ്റ് ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഇട്ടിട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ പോട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് പുഷ് ചെയ്യുന്നു. ഇപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് 13 to 18 മിനിറ്റ്സ് അറ്റ് 200 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ബൈ ഡിഫോൾട്ട് 200 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ടൈം മാത്രം സെറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്താണ് 3, 4, 5, 6, 7, 10, 11, 12. ദെൻ 12 സെക്കൻഡ്സ് 12 മിനിറ്റ്സ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ദ ഓൺ ബട്ടൺ.
അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അവസ്ഥ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ട്. സോ നമുക്ക് ജസ്റ്റ് അതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് സാൽമൺ എന്ന് പറയുന്ന ഒരു ഫിഷിൻ്റെ സ്റ്റീക്കാണ്. ഇത് നോർവീജിയയിൽ നിന്ന് ഇമ്പോർട്ട് വരുന്നൊരു ഫിഷാണ്. കാരണം ഇത് കോൾഡ് റീജിയനിൽ മാത്രം വളരുന്ന ഒരു ടൈപ്പ് ഫിഷാണ്. മാത്രമല്ല ഇത് ഒമേഗ3യുടെ ഒരു റിച്ച് സോഴ്സും കൂടിയാണ്. സോ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ബാലൻസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഡിഷാണിത്. ഇതിപ്പോൾ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടർമറിക്, ലെമൺ, പിന്നെ പെപ്പർ, ഇത് മൂന്നും മാത്രമാണ് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് നമ്മുടെ ട്രേയിൽ ജസ്റ്റ് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഫിഷിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അറ്റ് 180 ഡിഗ്രി സെൽഷ്യസ് 8 to 20 minutes. അപ്പോൾ നമുക്കൊരു 180 ഇത് നമുക്ക് മോഡൊന്ന് ചേഞ്ച് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ടു ഒരു 8 അല്ല ഒരു 10 minutes നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 15 minutesോളം ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സീ ഗൈസ്, അപ്പോൾ ഇതാണ് ആഫ്റ്റർ 15 minutes നമ്മളിതിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടതിന് ശേഷം ഇതിൽ ഒരു ഈവൻ 1 ഡ്രോപ്പ് ഓയിൽ പോലും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഫിഷിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന ഓയിലാണിത്. ഇപ്പോൾ ഒമേഗ3 എന്ന് പറയുന്ന ആ ഒരു ഫിഷിൽ നിന്ന് തന്നെ വരുന്ന ഓയിലിൻ്റെ പാർട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയെന്ന് നമ്മൾ വിചാരിക്കണം. ഇനിയും ഡീപ്പ് ഫ്രൈ ചെയ്യണവർക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടും. പക്ഷേ ഇത് അത്യാവശ്യം അവസ്ഥയിൽ ഒരു പൊള്ളിച്ച അവസ്ഥയിലൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ഫ്രൈ എത്ര ടൈം വേണമെന്നുള്ളത് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫൈനലി ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ലോലിപോപ്പാണ്. നമ്മൾ ഓൾറെഡി ഇത് സോൾട്ട്, ചില്ലി പൗഡർ, ടെർമറിക്കൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 hours വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഇനി ഫ്രൈ ആവാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് ഫുള്ള് ലോലിപോപ്സിൻ്റെ പീസസ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു 700-800 grams ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ട്രയലിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. അടിപൊളി, നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് നല്ല ജ്യൂസി ആയിരിക്കും. ഇതൊന്നും കൂടി ഇത് നമ്മൾ ഓയിലൊക്കെ ഇല്ലാത്ത വറുത്തത് കൊണ്ട് കുറച്ചും കൂടി ജ്യൂസി ക്രിസ്പിയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് ഇന്നത്തെ 3 ഡിഷ് നമ്മൾ റെഡി ആയിരിക്കുകയാണ്, ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ആർക്കും വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു യൂസ്ഫുള്ളായ ഒരു ഗാഡ്ജറ്റായി തോന്നിയുകൊണ്ട് മാത്രം അതിൻ്റെ റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം.